വസന്ത്, ആൺകുട്ടികളുടെ സർക്കാർ എന്നൊരു പ്രഖ്യാപനം ഇന്ന് കെ.സി. വേണുഗോപാൽ നടത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന യു.ഡി.എഫ് സർക്കാരാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് യു.ഡി.എഫിനെ പഠിപ്പിക്കുക എന്നുള്ളത് നടക്കുന്നതല്ല. എന്നാൽ പോലും നോക്കൂ, അങ്ങനെ ഒരു സർക്കാർ വന്നാൽ ഈ പദ്ധതി നിങ്ങൾ എങ്ങനെ തുടരും? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന പദ്ധതിക്ക് പോലും അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ, നായനാർ ഗവൺമെന്റിന്റെ, EMS ഗവൺമെന്റിന്റെ പങ്കുണ്ട് എന്ന് അംഗീകരിക്കാൻ യാതൊരുവിധ മടിയുള്ളവരല്ല. പക്ഷെ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അത് പിണറായി വിജയന്റെ മാത്രമാണ്. ഈ പദ്ധതിയിൽ ഇനി പൂർത്തിയായാൽ, നാളെ അത് UDF ഗവൺമെന്റ് വന്ന് പൂർത്തിയാക്കിയാൽ പോലും അതിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് മാത്രമാണ് പങ്ക്, അല്ലെങ്കിൽ നാളുകളിൽ വരാൻ പോകുന്ന UDF ഗവൺമെന്റിന് മാത്രമാണ് പങ്ക് എന്ന് മേനിയടിച്ച് ഞാൻ വിളിക്കുന്നത് വിമൽകുമാറാണ് എന്ന് പറയുന്ന കൂട്ടരല്ല UDF. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട. നാളെ ശങ്കറിന്റെ കാലം തൊട്ട് ഇന്ന് വരെ ഈ കേരളത്തെ കൈപിടിച്ച് നടത്താൻ ഞങ്ങൾക്കറിയാമെങ്കിൽ ഈ പദ്ധതി എന്നല്ല, കേരളത്തിന്റെ അതിദാരിദ്ര്യ വിമർജനം വിമുക്തം മാത്രമല്ല, ദാരിദ്ര്യ വിമുക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതികൾ ഈ കേരളത്തിൽ നാട്ടുകാർക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്നത് പോലെ ദൃശ്യമാവുന്ന രീതിയിൽ വ്യക്തമായുണ്ട്. അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നുമുണ്ട്, അവർക്ക് വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലാത്തവർ കണ്ണും പൂട്ടി ഇപ്പോൾ ഇരിക്കുന്ന പോലെ അതേപടി തുടർന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ അനിൽകുമാർ, അപ്പോൾ അവർ കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ആശ്രയ. അതിന്റെ കണക്ക് പോലും 2016 ഇറങ്ങുന്ന സമയത്ത് ഇല്ലാത്ത ആളുകൾ ആ പദ്ധതിയൊക്കെ തുടർന്ന് ദാരിദ്ര്യം പോലും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ഒറ്റ മിനിറ്റ്. 2019 വിമോചന സമരം കൊണ്ടുവന്ന് EMS സർക്കാരിനെ പിരിച്ചുവിട്ടവർ എന്തായാലും EMS സർക്കാരിൻ്റെ കൂടി സംഭാവനയാണ് ഇന്നത്തെ കേരളം എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നീട് അതിൻ്റെ തുടർച്ച നമ്മൾ നോക്കൂ, എന്തെല്ലാമാണ് കേരളത്തിലുണ്ടായത്. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിങ്ങൾ ഏതൊക്കെ മിഷനെ പിരിച്ചുവിടുമെന്ന് പറയുന്നത്, ആർദ്രം പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം പിരിച്ചുവിടും, ലൈഫ് മിഷൻ പിരിച്ചുവിടും. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു 4,60,000 വീട് വെച്ചു. അത്രയല്ല, 5,60,000 കരാറായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 ലക്ഷത്തിലേക്ക് ഇപ്പോൾ എത്തും. പക്ഷേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് 4,60,000 വീട് വെച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞത്? പിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ അവർക്ക് വീടില്ലാതാക്കുമെന്നാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇതെല്ലാം പിരിച്ചുവിടും എന്ന് പറയുന്നവർ അവസാനം എന്താ, വയനാട്ടിലെ തുരങ്കപാത പോലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? വയൽക്കിളി സമരം VS സുധീരൻ പോയി ഉദ്ഘാടനം ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഗെയിൽ പൈപ്പിൽ ഉദ്ഘാടനത്തിന് ആരൊക്കെയാണ് പോയത്? വിഴിഞ്ഞത്ത് വിമോചന സമരം പ്രഖ്യാപിച്ചു സുധാകരൻ, KPC പ്രസിഡന്റ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പിന്തുണ വേണോ? വിഴിഞ്ഞ വിമോചന സമരം, വിഴിഞ്ഞം വരാതിരിക്കാൻ വിമോചന സമരം. 5-ാം തീയതി വീട്ടിൽ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ പോകണം, കല്ലിടാൻ പോവാണ്. നിങ്ങൾ വരണം, വിമോചന സമരമായിട്ട് കൊണ്ട് വന്നേര്. കേരളം നിങ്ങളെ വീണ്ടും മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അറ്റത്തൊന്നും പിടിക്കണ്ട. നിങ്ങളില്ല, നിയമസഭയിൽ നിന്ന് ഓടിപ്പോയ പോലെ നിങ്ങൾ ഇതിനൊന്നും ഇല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കും. ഉദ്ഘാടിക്കുന്നു സമരം P. രാജീവ് കണ്ടോ? കാണൂ, സമരത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. വസന്ത്, ദയവായി മറ്റൊരു വിഷയത്തിലേക്ക് വരാൻ സമയമില്ല. ഞാൻ പറയട്ടെ പ്ലീസ്. അവസാനിപ്പിക്കും. അല്ല, ഇവിടെ നോക്കൂ, കണക്കുകളെ സർക്കാർ എന്ത് കണക്ക് വെച്ചാലും കണക്കുകളെ തോപ്പിക്കാനുള്ളൊരു വസന്ത് ഇങ്ങനെ ഇടപെടാതെ. വസന്ത്, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തരും. എനിക്കൊരു സ്ട്രെച്ച് കിട്ടിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് സർക്കാർ എന്ത് കണക്ക് വെച്ചാലും ആ കണക്കിനെ തോപ്പിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി കോൺഗ്രസ് പാർട്ടിക്ക് എപ്പോഴും ഉണ്ട്. അതിലൊന്ന്, ഇപ്പം നമുക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു, വലിയ രീതിയിൽ പറഞ്ഞു, നമ്മൾ കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെ കൂട്ടാൻ ഉള്ള ശ്രമം എന്ത് നടത്തുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഫീറ്റസൈഡ്, ഗർഭസ്ഥയിൽ തന്നെ പലതും ഇപ്പോൾ അലസുകയാണ്. അപ്പോൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും അറിയത്തില്ല. കാര്യം MLA മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ കണക്കുകളെ ഫീറ്റസൈഡ് നടക്കാൻ പാടില്ല, ഇൻഫൻറ്റ് നടക്കാൻ പാടില്ല. പക്ഷേ ഇതെല്ലാം പൊളിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് കണക്ക് തോപ്പിക്കാനായിട്ട് ഒരുപാട് പണി ഇവിടെ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു, എല്ലാ തരത്തിലും. ഞാൻ നിർത്തി.